ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ഉപകാരമുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഈ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും പ്രൊഡക്റ്റ് ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും ഉണ്ടായിരിക്കും. ഓരോത്തിൻ്റെയും വില ഞാൻ വാങ്ങിയ സമയത്ത് പറയുന്നുണ്ട്. ചില സമയത്ത് വില കൂടിയും കുറഞ്ഞും വരാം, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. കുട്ടികൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയാൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് തലമുടിയിൽ വരുന്ന പെയിൻ. നമ്മൾ എല്ലാ ദിവസവും ഈരി കറക്റ്റായിട്ട് വിട്ടാലും അടുത്ത ദിവസം പിന്നെയും തലമുടിയിലേക്ക് ഇത് വന്നിട്ടുണ്ടാവും. എത്ര തന്നെ വൃത്തിയായിട്ട് നമ്മൾ തല കഴുകിയാലും ഇത് പെട്ടെന്ന് അങ്ങനെ പോവില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മരുന്നുകളൊന്നും ഉപയോഗിക്കാറില്ല. ഈ ഒരു കോമ്പാണ് യൂസ് ചെയ്യണത്, ഈ ഒരു പേൻചീർപ്പാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും ഞാൻ പറയാം കേട്ടോ. ഈ ഒരു ചീർപ്പ് ഉപയോഗിക്കുന്ന വായി തന്നെ തലമുടിയും നന്നായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്യുക. കാരണം മുടി സോഫ്റ്റ് ആയാലാണ് ഇത് ഉപയോഗിച്ച് ഈരാനായിട്ട് കുറച്ചും കൂടി നമുക്ക് കംഫർട്ട്. ഭയങ്കര കേളി ആയിട്ടുള്ള മുടിയാണെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവാം, പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ മുടി സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ട് ഇത് ഉപയോഗിച്ച് പതുക്കെ പതുക്കെ ഈരി കൊടുക്കുക. പതുക്കെ ഈരാൻ പറഞ്ഞതിൻ്റെ കാരണം ഇതിൻ്റെ ബ്രിസിൽസ് മെറ്റലിൻ്റെ ആണ്. അപ്പോൾ അരിക് ഇത്തിരി ഷാർപ്പ് ഉണ്ടാവും, പ്ലാസ്റ്റിക്കിൻ്റെ പോലെയല്ല. അപ്പോൾ അത് കുട്ടികൾക്ക് വേദന എടുക്കാൻ പാടില്ലാത്ത രീതിയിൽ ഈരി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈരി കഴിയുമ്പോൾ ഒരു തുണി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ പേൻ വന്നാൽ അതിനെ കളയാം. പക്ഷേ ചില സമയത്ത് അതിൻ്റെ പല്ലുകൾക്ക് ഭയങ്കര അടുപ്പാണ്, കണ്ടില്ലേ? അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ നഖം കൊണ്ട് എടുക്കാൻ കിട്ടില്ല. അപ്പോൾ നമ്മളൊരു സൂചി ഉപയോഗിച്ച് പതുക്കനെ അത് വെച്ചെടുത്ത് സംഭവം പുറത്തേക്ക് എടുക്കാം. ഈ ഒരു കോമ്പിൻ്റെ പ്രൈസ് വരുന്നത് 140 രൂപയാണ്. ഈ ഒരു മോഡലും വേറെ മെറ്റലിൻ്റെ ഫുൾ മെറ്റൽ മോഡലും വരുന്നുണ്ട്. രണ്ടും കുഴപ്പമില്ല. ചില ഡ്രസ്സിൻ്റെ നെക്ക് പോർഷൻ ഭയങ്കര ഡീപ്പായിരിക്കും, ചിലവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ആ ഒരു നെക്ക് പോർഷൻ കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നെക്ക് കവറാണ് കേട്ടോ അത്. ഇത് വി ഷേപ്പ് നെക്കിനാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കാറ്, പക്ഷേ ഏതൊരു ടൈപ്പ് ഡ്രസ്സിനും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു പ്രൊഡക്റ്റ് സാധാരണ 3 കളേഴ്സായിട്ടാണ് ബേസിക് ആയിട്ട് വരാറുള്ളത്. ബ്ലാക്കും ക്രീമും വൈറ്റ് ഷെയ്ഡിൽ 3 പാക്കായിട്ടാണ് കിട്ടുക. ഇനി അതല്ലാതെ നമുക്ക് പല കളേഴ്സിൻ്റെയും ഇത് കിട്ടുന്നുണ്ട്. 4 പാക്ക്, 6 പാക്ക്, അങ്ങനെയൊക്കെ നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ, പല പല കളേഴ്സിൻ്റെ. ഞാൻ ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നതിലും കുറച്ചും കൂടി വലുതായിരുന്നു ഞാൻ അടുത്ത പ്രാവശ്യം ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എന്നാലും രണ്ടും ഒരുപോലെ തന്നെയാണ്, നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല മെറ്റീരിയലാണ്, കോട്ടനാണ്. അതുപോലെ തന്നെ അതിൻ്റെ ബട്ടൺസ് ആയാലും ഒന്നും ഒരു കംപ്ലയിൻറ്റ് ഇതുവരെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പ്രൊഡക്റ്റിന് 3 പ്രൈസ് ബ്ലാക്ക് വൈറ്റ് ക്രീം ആ ഷെയ്ഡാണെങ്കിൽ ഒരു 150 രൂപയ്ക്കൊക്കെ കിട്ടാറുണ്ട്. ചില സമയത്ത് അതിലും കുറവിന് വരാറുണ്ട്. കളർ ഷെയ്ഡുകളാണെങ്കിൽ 200 രൂപ റേഞ്ചൊക്കെ വരാറുണ്ട്. ഇത് കോംബ് പ്ലസ് മിറർ വരുന്നൊരു സെറ്റാണ്. ഇത് ചെറിയൊരു സർക്കിളാണ്, കണ്ടില്ലേ? ഇത് തുറന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കോമ്പുണ്ട്. അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ കോമ്പ് പുറത്തോട്ട് വരും. ബ്രഷ് മോഡലാണ് വരണേ. പിന്നെ അതിനപ്പുറത്ത് ഒരു മിററും കൂടി വരുന്നുണ്ട്. യാത്ര പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഉപകാരമാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ മുടിയൊക്കെ സെറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് 136 രൂപയായിരുന്നു. വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് കേട്ടത്. മുടിയൊക്കെ ഒപ്പം വെട്ടാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് ഈ ഒരു ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. യു കട്ടും സ്ട്രെയിറ്റ് കട്ടും ഇത് ഉപയോഗിച്ച് കട്ട് ചെയ്യാം. 2 ടൂളാണ് വരുന്നത്. ഈ വൈറ്റ് കളറാണ് യു കട്ടിനുള്ളത്, പിങ്ക് കളറാണ് സ്ട്രെയിറ്റ് കട്ടിനുള്ളത്. ഈ 2 ടൂളിൻ്റെ മുകളിൽ ഒരു വാട്ടർ ലെവൽ അവർ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ആ ഒരു ബബിൾ അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റില്ല. അത് സ്ട്രെയിറ്റ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ വെച്ചിരിക്കുന്ന പൊസിഷനിൽ കറക്റ്റ് നമുക്ക് ഒപ്പം ഹെയർ കട്ട് ചെയ്യാനായിട്ട് പറ്റുക. ഇത് ഉപയോഗിച്ച് ഹെയർ കട്ട് ചെയ്യാനായിട്ട് ആദ്യം തന്നെ മുടി നന്നായിട്ട് നനച്ച് കൊടുക്കുക. അതിന് ശേഷം ഈരി സ്ട്രെയിറ്റ് ചെയ്ത് വെക്കുക. സാധാരണ നീളമുള്ള ഹെയർ ക്ലിപ്പൊക്കെ നമ്മൾ ഇടുന്ന പോലെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ക്ലിപ്പ് ക്ലോസ് ചെയ്ത് ഇതുപോലെ മുടി അതിനുള്ളിൽ കൂടെ ഇങ്ങനെ കടത്തി കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ താഴോട്ട് വലിക്കുക. നമുക്ക് ആവശ്യമുള്ള ലെങ്ത് ആയി കഴിയുമ്പോൾ നമ്മൾ നിർത്തിയിട്ട് വാട്ടർ ലെവലിൽ കൃത്യമായിട്ട് നോക്കുക. അതിലൊരു ബബിൾ ഉണ്ടല്ലോ, അത് സ്ട്രെയിറ്റ് അല്ലേ എന്ന്. ആ സ്ട്രെയിറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം കട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം കുറച്ചീശ കട്ട് ചെയ്തിട്ട് കൂടുതൽ ലെങ്ത്ത് കട്ട് ചെയ്യണതാവും നല്ലത്. കാരണം മുടി നനഞ്ഞിരിക്കുമ്പോൾ നീളം ഉണ്ടായിരിക്കുമല്ലോ, പക്ഷേ ഡ്രൈ ആയി കഴിയുമ്പോൾ പെട്ടെന്ന് ലെങ്ത്ത് കുറയും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് അനുസരിച്ച് നമ്മൾ ഇത്തിരീശ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെയാണ് നേരത്തെ കാണിച്ച വൈറ്റ് ടൂളും യു കട്ട് വെട്ടുന്നതും യൂസ് ചെയ്യുന്നത് കേട്ടോ. പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് 191 രൂപയാണ്. ഈ 2 കൂടിയിട്ട് തലമുടിയിലേക്ക് ഓയിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിൽ ഡിസ്പെൻസറാണിത്. സാധാരണ നമ്മൾ പറയുമല്ലോ, തലമുടിയും മാത്രമല്ല തലമുടിയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്ന ഓയിൽ എന്ന്. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു ബോട്ടിൽ സഹായിക്കും. ഈ ഒരു ബോട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ഫില്ല് ചെയ്ത ശേഷം ഇതിൻ്റെ ക്യാപ്പുമ്മയാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു ചീർപ്പ് പോലെയാണ്. ആ ചീർപ്പിൻ്റെ അറ്റത്ത് എല്ലായിടത്തും ഹോളുകളുണ്ട്. അതിൽ നിന്ന് ഓയിൽ വരും. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വല്ലാതെ അങ്ങനെ പ്രസ് ചെയ്യേണ്ട. അപ്പോൾ നന്നായിട്ട് ഓയിൽ വരും. ഈ ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ 1-2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ഓയിലുകൾ നമ്മൾ ഒഴിക്കുന്നത് വീട്ടിലുണ്ടാക്കിയ എന്തെങ്കിലും ഓയിലുകളൊക്കെ ആണെങ്കിൽ അതിൽ തരിയും കരടുകളോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നന്നായി അരിച്ചെടുത്തിട്ട് വേണം അതിലേക്ക് ഒഴിക്കാൻ. ഇല്ലെങ്കിൽ ഈ കോമ്പിൻ്റെ ഹോളുകൾ അടഞ്ഞു പോയാൽ പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ച് പാടായിരിക്കും. ഈ ഒരു ബോട്ടിലിൻ്റെ പ്രൈസ് വരുന്നത് 2 പാക്കിന് 187 രൂപയാണ് വരുന്നത്. 2 ആയിട്ടാണ് അത് വാങ്ങാൻ കിട്ടുക.
കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഹെയർ ക്ലിപ്സും ഹെയർ ബോസും. ആവശ്യമുള്ള നേരത്തെ പലപ്പോഴും കുട്ടികളുടെ ഈ ഹെയർ ക്ലിപ്പും നമുക്ക് കാണാൻ കിട്ടില്ല. അതെല്ലാം കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ് ഈ ഒരു ഹെയർ ബോ ക്ലിപ്പ് ഹോൾഡർ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കട്ടിയുള്ളൊരു തുണിയുടെ മെറ്റീരിയൽ, ഫെൽറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 3 ലെയറായിട്ടാണ് ഇതിൻ്റെ ക്ലിപ്പ് ഹോൾഡർ വരുന്നത്. അപ്പോൾ 3 ലെയറുകളിലായിട്ട് നമുക്ക് ഇഷ്ടംപോലെ ക്ലിപ്പുകളും അതും വളരെ കുറഞ്ഞ സ്പേസിൽ ഒതുക്കി വയ്ക്കാൻ പറ്റും. ഇതിലൊരു ചരട് ഉണ്ടായിരുന്നു. നമുക്ക് ആ ചരടുമ്പോൾ തന്നെ ഒരു ആണി തറച്ചിട്ട് അത് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും. ഞാൻ 2 ആണികൾ കൊടുത്തിട്ട് അതിലാണ് ഹാങ് ചെയ്തിരിക്കുന്നത്, കുറച്ചും കൂടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ക്ലിപ്പ് ഓർഗനൈസ് ചെയ്യാനായിട്ട് 2 അളവിലാണ് അതിൽ സ്ട്രിപ്സ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് വീതി കൂടിയ അളവിലുള്ള തുണിയും കൊടുത്തിട്ടുണ്ട്, വീതി കുറഞ്ഞ അളവുണ്ട്. ക്ലിപ്പുകളുടെ വലിപ്പം അനുസരിച്ച് നമുക്കതെല്ലാം ഇതുപോലെ ഈസി ആയിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ക്ലിപ്പ് ഓർഗനൈസ് ചെയ്യണതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതുപോലെ ഒരു ഓർഗനൈസർ ഉണ്ട്. ഇതിൽ നമുക്ക് ബ്രേസ്ലെറ്റ്സും ഹെയർ ബാൻഡ്സും ഹെയർ ക്ലിപ്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഒരു പ്രൊഡക്റ്റിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ 2 ലെയറിൽ ക്ലിപ്പ് വെക്കുന്ന മോഡലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ പ്രൈസ് വരുന്നത് 340 രൂപയാണ്. തലമുടി ഉണക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡൽ ഒരു ഹെയർ ടവലാണ് കേട്ടോ അത്. ഈ രീതിയിൽ തയ്ച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തലമുടി വെച്ചിട്ട് ഇത് ചിറ്റി കൊടുത്ത് വെക്കാനൊക്കെ ഈസിയാണ് കേട്ടോ. അറ്റത്ത് ദേ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു സൈഡിലായിട്ട് ഒരു ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. നമ്മൾ തലമുടി വെച്ച് ഇങ്ങനെ ചിറ്റി കൊടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് പിടിപ്പിച്ചാൽ മാത്രം മതി. ഇത് ഉപയോഗിക്കുമ്പോൾ 1-2 കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, വല്ലാതെ ലെങ്ത്തുള്ള മുടിയാണെങ്കിൽ ഇതിലേക്ക് അത്ര സെറ്റ് ആവില്ല. കാരണം ഇതിൻ്റെ നീളം നിങ്ങൾക്ക് കാണാമല്ലോ, അത്രയും നീളമുള്ളൂ. അപ്പോൾ ഭയങ്കര നീളമുള്ള മുടിയാണെങ്കിൽ ഈ ഒരു ടവൽ അവർക്ക് സൂട്ടബിൾ ആവില്ല. അല്ലാത്തവർക്ക് ഇത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. തലമുടി നന്നായിട്ടൊന്ന് ആദ്യം തോർത്തി കൊടുക്കുക, സാധാരണ തോർത്ത് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് വെച്ച് ഇങ്ങനെ ചിറ്റി വെക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് മുടി ഉണങ്ങി കിട്ടും. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, മുടിക്ക് അങ്ങനെ വേറെ കേടൊന്നും സംഭവിക്കില്ല, അത്രയും സോഫ്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2 എണ്ണത്തിൻ്റെ പാക്കിന് 140 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്ത ഏതെങ്കിലും പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനിയും കൂടുതൽ ഇതുപോലത്തെ യൂസ്ഫുൾ പ്രൊഡക്ട്സിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കൽ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.